നമുക്ക് ഒരു പൈസ ഇല്ലാത്ത ആളുകൾക്കും നമുക്ക് ടൈൽ മേടിക്കാനായിട്ട് സാധിക്കും അല്ലേ? ഇതിൽ എനിക്ക് ടോയ്ലറ്റിനേക്കാളും അത്യാവശ്യം ഭംഗിയായിട്ട് തോന്നിയത് ഈ ഒരു വാഷ് ബേസിനാണ് കേട്ടോ. ഇത് ശരിക്കും എന്താ പറയുക, അടിപൊളി ഒരു വെറൈറ്റി കളറാണ്. നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ് പ്രൈസ് എത്രയാണെന്ന് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നവർക്ക് ആ കൺഫ്യൂഷൻ ഉള്ളതാണ്. ഗ്രാനൈറ്റിന്റെ ഒക്കെ കാലം കഴിഞ്ഞു എന്ന് തന്നെ പറയാം അല്ലേ? അതിന് പകരമാണ് നമുക്ക് ഈ ഫുൾ ബോഡി സ്ലാബ് വരുന്നത്. ഒരു പ്രൊജക്ഷൻ കൊടുക്കുക അല്ലെങ്കിൽ ഹൈലൈറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ടൈല് വേസ്റ്റ് ആവില്ല അല്ലേ? നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കേരളത്തിൽ എവിടെയും ഈ സാധനം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എത്തിച്ചു തരും അല്ലേ? ഇന്ന് കാണിക്കാൻ പോകുന്നതേ ഒരു ടൈൽ ഷോപ്പിൻ്റെ വിശേഷമാണ്. മനോഹരമായൊരു ടൈൽ ഷോപ്പും അതിലും മനോഹരമായ കളക്ഷൻസ് കാര്യങ്ങൾ. കേരളത്തിൽ തന്നെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈൽ ഷോപ്പിൻ്റെ വിശേഷങ്ങളാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം സ്വദേശിയായ ഞാൻ ഇപ്പോൾ മലപ്പുറം, കോഴിക്കോട് ഈ ഭാഗങ്ങളിലൊക്കെ വീഡിയോസ് ചെയ്യാറുണ്ട്. ആ സമയത്ത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ആ വീഡിയോ കാണുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് പർച്ചേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും, ഇതിൻ്റെ ദൂരം ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. എന്നാൽ സ്റ്റോൺ ഗാലറി നമുക്ക് ചെയ്തു തരുന്നത് നമ്മൾ കണ്ട് ഇഷ്ടപ്പെടുന്ന ഏതൊരു പ്രോഡക്റ്റാണോ ഇത് കേരളത്തിൻ്റെ ഏത് സ്ഥലത്തായാലും നമുക്ക് ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്ത് തരും. ഈ ഒരു ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടുന്ന പ്രീമിയം ടൈൽസ്, അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ നമുക്ക് കിട്ടുന്ന പ്രീമിയം ടൈൽസുകൾ ഇവിടെ ധാരാളം അവൈലബിൾ ആണ്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ബുക്ക് മാച്ച് സീരീസ്, അതുപോലെ തന്നെ മൊറോക്കൻ ഡിസൈൻസ്, കാവിങ് സീരീസ്, ഇതിൻ്റെയൊക്കെ വ്യാപകമായിട്ടുള്ള അല്ലെങ്കിൽ വിപുലമായിട്ടുള്ള കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം. ഇറ്റ്സ് മീ സുനിൽ, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ആഷിഖ്, കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ശരിക്കും കോഴിക്കോട് നമ്മുടെ ഷോപ്പിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അന്ന് ആഷിഖായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഇത് അടിപൊളി സെറ്റപ്പാണല്ലോ. നമ്മുടെ പുതിയ ഷോറൂമാണ് അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ സ്റ്റെയർ കേസൊക്കെ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. ഞാൻ പറയുമായിരുന്നു, നമുക്ക് ഒരുപാട് എൻക്വയറീസ് ആ ടൈമിൽ ട്രിവാൻഡ്രം ഭാഗത്ത് നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? കൊല്ലം ഭാഗത്ത്, ആ ഭാഗത്തെല്ലാം നമുക്കത് ഡെലിവറി ചെയ്യാനായിട്ടും സാധിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ പ്രത്യേകത അത് തന്നെയാണ്. നമുക്ക് ഇവിടെ കണ്ട് ഇഷ്ടപ്പെടുന്ന ഏത് ടൈല് നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എനിക്കിതിൻ്റെ കുറേ അധികം വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ ഏതൊക്കെ ബ്രാൻഡാണ് ചെയ്യുന്നത്? നമ്മൾ ഫോഷ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഫ്ലൈസ്, ബ്രാൻഡഡ് ടൈലുകൾ മാത്രമാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ് പ്രൈസ് എത്രയാണെന്ന് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നവർക്ക് ആ കൺഫ്യൂഷൻ ഒഴിവാകുമല്ലോ. നമുക്ക് 4x2 ആണെങ്കിൽ 38 മുതൽ നമുക്ക് 38 രൂപ മുതലാണ് നമ്മുടെ ബ്രാൻഡഡ് ടൈൽ, അതായത് ഫോഷിയോ, പിന്നെ വേറെ ഏതാ ബ്രാൻഡുള്ള ഫ്ലൈസ് വരുന്നുണ്ട്. നമുക്ക് ട്രെൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ടെറാസോ സീരീസ് തന്നെയല്ലേ പറയുന്നത്? അതെ, നമുക്ക് ഭയങ്കര വൈറലായിട്ടാ ടെറാസോ. ഇൻട്രസ്റ്റിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ട്രെൻഡിങ് ടൈൽസിന്റെ കൂട്ടത്തിലുള്ളൊരു സാധനമാണ്. കിച്ചണ് കോട്ടിയാട് കാര്യങ്ങളൊക്കെ പറ്റും, ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് പോർഷൻ നമുക്ക് ചെയ്യാനായിട്ടുള്ളതാണ്. ഇനി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതെല്ലാം ഗ്ലോസി ഫിനിഷ് ആണ്. ഇതിപ്പോ നമ്മൾ കണ്ടത് മാറ്റ് അല്ലേ? ഇതിന്റെ നമുക്ക് ഗ്ലോസി അവൈലബിൾ ആണ്, വേറെ കളേഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ, ഇതെല്ലാം നമുക്ക് 4x2 വരുന്ന ബാക്കി കളക്ഷൻസ് ആണ്. ഇത് തന്നെ നമുക്ക് 2-3 ഐറ്റംസ് എല്ലാം നമുക്ക് ഭയങ്കര വൈറലായ. അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഈ ഒരു സീരീസ് നമ്മുടെ ക്ലൗഡി സീരീസ് എന്ന് പറയും. ക്ലൗഡി സീരീസ് ഇതിന് തന്നെ നമുക്ക് 4x2, 5x3, 6x4 എല്ലാ സൈസിലും ഈ ഒരു ഐറ്റം നമുക്ക് അവൈലബിൾ ആണ്. ശരി, ഈ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഇതൊരു ഇറ്റാലിക് സീരീസ് ആണ് അല്ലേ? ഇറ്റാലിയൻ മാർബിളിന്റെ ആ സെയിം പാറ്റേണിലാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഈ കാണുന്ന ബ്രാൻഡൊക്കെ ഏതാണ്? നമുക്ക് ഇതെല്ലാം ഫോഷിയാണ് ബ്രാൻഡ് വരുന്നത്. ഇതിന് വാറന്റി നമുക്ക് ടൈലിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് വാറന്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? ലൈഫ് ടൈം വാറന്റിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ക്ലൗഡി സീരീസ്, അതിന്റെ മറ്റൊരു പാറ്റേൺ ആണ്. അത് ക്ലൗഡി സീരീസ് തന്നെ വരുന്ന മറ്റൊരു പാറ്റേൺ ആണ്. ഇതുപോലത്തെ നമുക്ക് വൈൽഡ് ലൈറ്റ് കളക്ഷൻ തന്നെ നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്. ശരി, ഇത് നമ്മുടെ കാവിംഗ് സീരീസിന്റെ ആ ഒരു പാറ്റേണിൽ വരുന്നത്. കാർവിംഗ് സീരീസ് അല്ല, പക്ഷേ ഡിസൈൻ വൈസ് നമുക്ക് ആ ഒരു പാറ്റേൺ നമുക്ക് ഫീൽ ചെയ്യും അല്ലേ? അതെ, ഇതെല്ലാം അതുപോലെ നമുക്ക് മാർബിൾ ഷെയ്ഡിൽ വരുന്ന ഒരു ലുക്കിൽ വരുന്ന ഐറ്റമാണ്. ഇനി നമ്മൾ കാണുന്നത് വളരെ കളർഫുൾ ആയിട്ടുള്ള കുറേ അധികം ടൈൽസിന്റെ കളക്ഷൻസ് ആണ് അല്ലേ ആഷിഖേ? ഇത് ഏതാണ്? ബാത്റൂം സീരീസ്. നമുക്ക് ബാത്റൂം സീരീസ് വരുന്നതാണ്. ഇവിടെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ശരി, നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നമ്മളൊരു ബാത്റൂം സെലക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു പ്ലെയിൻ സീരീസിലോ എങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു മാറ്റ്, നമുക്ക് അതിലൊരു കളർ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല. ഒരുപാടധികം എൻക്വയറി ചെയ്താലേ നമുക്ക് ആ ഒരു ഗ്ലോസിക്ക് മാച്ച് ഉള്ള ഒരു മാറ്റ് നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എടുത്ത ഗ്ലോസിയുടെ സെയിം പാറ്റേണിലുള്ള ഒരു മാറ്റ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയി. അതായത് നമ്മൾ നേരത്തെ നമ്മൾ വോളിലേക്ക് നമ്മൾ ഗ്ലോസി ടൈലുകൾ സെലക്ട് ചെയ്യും.
പലപ്പോഴും ഈ മാറ്റും ഗ്ലോസിയും സെലക്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകരും പറയുന്നതെന്ന് പറഞ്ഞാൽ മാറ്റ് ക്ലീൻ ആക്കാനുള്ള പ്രയാസമാണെന്നാണ്. പക്ഷേ ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ബാത്റൂമിൻ്റെ ഫ്ലോർ ഏരിയ നമ്മൾ മാറ്റ് ഫിനിഷ് ഇട്ടേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ തെറ്റി വീഴാനുള്ള സാധ്യത ഉണ്ട്. നേരത്തെ ഉള്ള ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചുമരിലേക്ക് സെലക്ട് ചെയ്യുന്ന ആ ഒരു ടൈലിൻ്റെ സെയിം കളർ നമുക്ക് ഫ്ലോറിലേക്ക് കിട്ടലില്ലായിരുന്നു. ഇപ്പം നമുക്ക് ഫോഷ്യ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നമുക്ക് ചെയ്തു തരുന്നത് നമ്മളെ ഫ്ലോറിൽ ഏത് കളറാണോ അത് തന്നെ നമുക്ക് വോളിലേക്ക് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ വോളിൽ ഏത് കളറാണോ അത് തന്നെ നമുക്ക് ഫ്ലോറിലേക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പം ഈ കാണുന്നത് ഇതെല്ലാം ഗ്ലോസി ഫിനിഷാണ്, അതായത് നമുക്ക് ചുമരിലേക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. എന്നാൽ അതിൻ്റെ സെയിം കളർ തന്നെ മാറ്റ് ഫിനിഷാണ് ഈ താഴെ കാണുന്നതെല്ലാം ഫ്ലോറിലേക്ക് വിരിക്കാനായിട്ട് പറ്റും. ശരിയല്ലേ? അതുപോലെ തന്നെ നമ്മൾ ഗ്ലോസി മാറ്റ് നമ്മുടെ ഒരുപാട് ആൾക്കാർ നമുക്ക് ഈ ഒരു മാറ്റ് ഫിനിഷിംഗ് മൊത്തമായിട്ട് നമ്മൾ ബാത്റൂം ചെയ്യുന്ന ആൾക്കാർ, അതെ, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലെയിൻ സീരീസ് മുഴുവൻ. ഇത് ഫുള്ള് നമുക്ക് മാറ്റ് ഫിനിഷിൽ വരുന്ന ഫിനിഷാണ്. ഒരുപാടധികം നമുക്ക് പ്ലെയിൻ കളേഴ്സ് നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ്. ഇതിപ്പോൾ ടോയ്ലറ്റിൽ ഉപരി ഇത് ശരിക്കും ഫ്ലോറിലേക്ക് ധാരാളം ചെയ്യുന്നുണ്ട് അല്ലേ? അതെ അതെ, നമ്മൾ ഈ ഒരു ആർക്കിടെക്ചർ കൺസെപ്റ്റ് ഒക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് മാറ്റ് ഫിനിഷിംഗ് തന്നെയാണ് ഫ്ലോറിൽ. ആർക്കിടെക്ട്സിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് ഈ പറയുന്ന ആർക്കി കോൺക്രീറ്റ് അല്ലെങ്കിൽ സിമന്റ് ടെക്സ്ചർ എന്ന് പറയുന്ന ഈ ഒരു കളേഴ്സ് കാര്യങ്ങൾ. അതേ കണക്ക് തന്നെ ഇതുപോലുള്ള സ്റ്റോൺ ഫിനിഷ് ഒരുപാടാണ് നമ്മുടെ ഫ്ലോറിങ്ങിലും. അതുപോലെ തന്നെ ഓൾ പാനലിംഗ് ചെയ്യാനൊക്കെ ആയിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനമാണ് കാർവിംഗ് സീരീസ് അല്ലേ? ഇതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട്. ഇതൊരു സ്റ്റോൺ ഫിനിഷ്ഡ് ആണ്. അതെ, സ്റ്റോൺ ഫിനിഷ് മാത്രമല്ല ഇതിനൊരു പ്രത്യേകത കൂടി ഉണ്ട്. നമ്മുടെ ഈ ഒരു കാർവിംഗ് തന്നെ നമുക്കൊരു ഗിൽറ്റഡ് സീരീസ് വരുന്നതാണ്. അതെ, ആ ഒരു ലൈറ്റ് അതിനകത്ത് പ്രൊജക്ട് ചെയ്ത് വരുന്നുണ്ട് അല്ലേ? ഇതിന്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ടല്ലോ. ലൈറ്റ് കളറുണ്ട്, വേണ്ട അതിലേക്ക് വരുന്ന സമയത്ത് ഇതിനകത്ത് ഒരു കോപ്പർ ഫിനിഷ് വരുന്ന ഒരു കളറുണ്ട്. ഇതും സ്റ്റോൺ വിത്ത് കോപ്പർ ഫിനിഷാണ്. ഇത് അത്യാവശ്യം ഒരു എന്താ പറയുക, ഒരു എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ബെഡ്റൂമിൻ്റെ ബാക്ക് വോളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഹെഡ് റെസ്റ്റ് ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ആ രീതിയിലുള്ള പാറ്റേൺ ആണ് അല്ലേ? ഈ കാർവിംഗ് സീരീസ് ഒക്കെ നമുക്ക് വരുന്ന സമയത്ത് എത്രയാണ് സ്റ്റാർട്ടിങ് വരിക? നമുക്കൊരു 58 മുതൽ സ്റ്റാർട്ടിങ് വരും. 58 മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ആണ്. ഇതിന്റെ ഇനിയും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്, ഒത്തിരി കളേഴ്സ് അവൈലബിൾ ആണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നതാണ് മൊറോക്കൻ സീരീസ് അല്ലേ? എല്ലാം ട്രെൻഡാണ്. ഇപ്പം ആ പഴയ നമ്മൾ ആ ഒരു കളർ എന്നുള്ള ആ ഒരു പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ട്, ഒരുപാട് മാറി. മൊറോക്കൻ സീരീസിൽ തന്നെ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ്. വീഡിയോയിൽ എത്രത്തോളം കാണുമെന്ന് അറിയില്ല. ഒരു ഡെക്കർ ഡിസൈൻ വരുന്നുണ്ട്, ഒരു ഡെക്കോ ഡിസൈൻ. ഇത് ശരിക്കും ഇത് കൂടുതൽ ഫ്ലോർ ഇടുന്നതിനേക്കാൾ കൂടുതൽ ആളുകളും ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ വോളുകൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കോർട്ട്യാർഡ് ഏരിയാസ് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇത് നമുക്ക് 4x2 തന്നെയല്ലേ ഇതിൻ്റെ സൈസ്? 4x2 ആണ്. ഇത് പലപ്പോഴും നമുക്ക് ടോയ്ലറ്റിലൊക്കെ വരുന്ന സമയത്ത് സെൻറ്ററിലേക്ക് വേണമെങ്കിൽ ഈ ഒരു പോർഷനിലേക്ക് കട്ട് ചെയ്തിട്ട് ഒരു പ്രൊജക്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഹൈലൈറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ടൈല് വേസ്റ്റ് ആവില്ല അല്ലേ? അതായത് നോർമലി നമ്മൾ ഈ ഒരു പീസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 2 3 4 5 6 അതായത് 6 ലെയർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ വുഡൻ ഫ്ലോറിംഗ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ഒരു കളക്ഷൻസ് നമ്മൾ ഈ ഒരു ഇരിക്കുന്നത്. നമ്മുടെ വുഡൻ ഫ്ലോർ തന്നെ നോർമലും അതുപോലെ തന്നെ ലാമിനേഷൻ സീരീസും വരുന്ന ഒരു കളക്ഷൻസ് ആണ് അല്ലേ? ഓക്ക് വുഡ് സീരീസ്, അതുപോലെ തന്നെ നമുക്ക് ടീക്ക് വുഡിലേക്ക് അങ്ങനെ വേണമെങ്കിൽ പോവാം. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ തടി വിരിച്ച കണക്ക് തന്നെ ഇരിക്കും അല്ലേ? ഒരു പോളിഷ് ഫിനിഷാണ്. ഇത് ശരിക്കും എടുത്തിട്ട് ഇത് നമ്മുടെ ടൈൽ ഇടുന്നവരുടെ കുറേ ഐഡിയാസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് 4x2 ആണ് സൈസെങ്കിലും വേണമെങ്കിൽ ഇതിനെ നമുക്ക് ഒരു 3 ലെയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ശരിക്കും ഷഫിൾഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ടൈൽസ് ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമാണ്. ഇതിങ്ങനെ ഷഫിൾഡ് ആയിട്ട്, അതായത് നമ്മൾ ബ്രിക്ക് ലേ ചെയ്യില്ലേ, പാനൽ സീരീസ് പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് വുഡൻ ഫ്ലോറിംഗിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. 300 എബോ ഒക്കെ വരലുണ്ട്. പിന്നെ അതിൻ്റെ കുറേ പ്രശ്നങ്ങൾ, ഇത് ഫ്ലോർ നനയ്ക്കാനുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് എത്രയാണ് സ്റ്റാർട്ട് ചെയ്യുക? നമുക്കൊരു 48 മുതൽ സ്റ്റാർട്ടിങ് 48 രൂപ മുതലാണ് ഈ ഒരു സീരീസ് ഓഫ് ടൈൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? നമ്മൾ 4x2 വുഡൻ സീരീസ് കുറച്ചധികം കളക്ഷൻസ് കണ്ടു. ഇനി നമ്മൾ കാണുന്നത് വുഡൻ പ്ലാങ്ക്സ് ആണ് അല്ലേ? ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് ഇല്ലേ? ഇതിന്റെ സൈസും കൂടി നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. ഇത് എത്ര വരുന്നത്? 20 ആണ്. 20 ലെങ്ത് വന്നിട്ട് 120 അതായത് 20x120 ആണ് അല്ലേ? 1.2 മീറ്റർ നീളം, അതുപോലെ 20 സെന്റിമീറ്റർ ആണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇഷ്ടത്തിന് അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്യാം. നമ്മുടെ തടി ചെയ്ത അതേ ഫീൽ കിട്ടും. ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അല്ലേ? പലപ്പോഴും നമ്മുടെ പല കസ്റ്റമേഴ്സും വന്നിട്ട് നമുക്ക് ടൈൽസ് നമ്മൾ വോളിലൊക്കെ കാണും. ആ സമയത്ത് ഇതെങ്ങനെ ഒട്ടിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഈ മോക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ? ഇത് ശരിക്കും എന്താ പറയുക, അടിപൊളി ഒരു വെറൈറ്റി കളറാണ്. ഇതിൻ്റെ ഏറ്റവും ഭയങ്കര രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഒരു കസ്റ്റമർ സംബന്ധിച്ചിടത്തോളം ഇത് ഓൾറെഡി ഡിസ്പ്ലേ വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇത് മേടിക്കാനായിട്ട് മടിക്കും അല്ലേ? അയ്യോ ഈ ഒരു കളർ ഒട്ടിച്ച് എങ്ങനെ ഇരിക്കും. പക്ഷേ ഇതിൻ്റെ ഭംഗി അറിയണം എന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് കാണണം. അവർക്കൊരു കൺഫ്യൂഷൻ ആണ്, ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവോ ഇല്ല എന്നുള്ളത്. ആ ഒരു പ്രോബ്ലം മാറ്റാനാണ് നമ്മൾ ഈ ഒരു മോക്കപ്പ് സെറ്റിംഗ്സ്. ഇത് ഏതാണ് സീരീസ്? ഇത് ഡെക്കർ സീരീസ് ഡെക്കർ സീരീസ് ആണ്. ഇത് നമ്മുടെ അതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് വരും.
ഫ്ലോർ മാറ്റ് തന്നെയാണ്, വോളും മാറ്റ് തന്നെയാണ്. ഈ വോളിലുള്ള ടൈൽസിലെല്ലാം തന്നെ ചെറിയ രീതിയിലുള്ള ഒരു ഡിസൈൻ ഡെക്കർ വർക്ക് വരുന്നുണ്ട്. ഇത് എത്രയാണ് നമുക്ക് സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത്? നമുക്ക് 65 വരും. 65 വെച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതും അത്യാവശ്യം നല്ലൊരു കളറാണ് അല്ലേ, ആ ഒരു ഡാർക്ക് ബ്ലൂ വെൽവെറ്റ് സീരീസ് കുറച്ച് ഒരു ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് എടുത്ത് കാണിക്കുന്നത്. ശരി, ഇവിടെ ശരിക്കും പറഞ്ഞാൽ സാനിറ്ററി വെയർ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു അതാണ് ഈ ഒരു ഹൈലൈറ്റ് ടൈലിന് മാച്ച് ചെയ്തിട്ടാണ് നമുക്കൊരു വാഷ് ബേസൺ വെച്ചിരിക്കുന്നത് അല്ലേ. ഇത് നമുക്ക് ഏത് ബ്രാൻഡിൻ്റെയാണ് ഇത്? നമുക്ക് ഐസൂർ എന്ന് പറഞ്ഞ ബ്രാൻഡ്. ഐസൂർ എന്ന് പറയുന്ന ബ്രാൻഡാണ്. അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി നെക്സ്റ്റ് ഇങ്ങടുത്ത് വരുന്ന സമയത്ത് ഇത് മൊറോക്കൺ സീരീസിൻ്റെ വേറെ കുറേ ടൈൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ പോലെ ഒരു രക്ഷയില്ല കേട്ടോ. ആ ഒരു ഡിസൈൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അടിപൊളിയായിട്ട്, ഇതൊക്കെ ശരിക്കും ആര് കണ്ടാലും നമുക്ക് ഇതുപോലൊരു ടോയ്ലറ്റ് ചെയ്താൽ കൊള്ളാം എന്നൊരു ആഗ്രഹം വരുന്ന രീതിയിലാണ് ഈ സാധനം ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇത് ഭയങ്കര വിലയുള്ള സാധനങ്ങളൊന്നും അല്ല അല്ലേ. നമ്മൾ നേരത്തെ കണ്ടതുപോലുള്ള മാറ്റ് ഫിനിഷ്, പ്ലെയിൻ ടൈല്, അതുപോലെ തന്നെ നമ്മുടെ മൊറോക്കൺ ഡിസൈൻ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. പലപ്പോഴും ഇങ്ങനെ ഡിസ്പ്ലേ കണ്ടിട്ട് നിങ്ങളുടെ ബാത്റൂം ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസൈനറുടെ അടുത്ത് പറഞ്ഞിട്ട് മാത്രം ചെയ്യുക, അല്ലാതെ ടൈലുകാരുടെ ഇഷ്ടത്തിന് ഒട്ടിക്കാന്ന് കഴിഞ്ഞാൽ കൊളാവും. ഇത് കണ്ടു കഴിഞ്ഞാൽ തടിയാണെന്ന് തോന്നുന്നത്. ടൈല് തന്നെയല്ലേ? ടൈല് തന്നെയാണ്. ഇത് നോക്കി എത്ര പെർഫെക്റ്റ് ആയിട്ടെന്ന് അറിയാമോ. അതിൻ്റെ എഡ്ജ്, അതായത് 45 ഡിഗ്രിയിൽ കട്ട് ചെയ്തിരിക്കുന്നത്. അതാണ് ഈ വർക്കിൻ്റെ ഒരു പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. നമ്മൾ ടൈലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് കൊടുക്കുന്ന സമയത്ത് അതിനകത്തുനിന്ന് റേറ്റ് നോക്കരുത്. നല്ല പണിക്കാരെ കൊണ്ടിട്ട് ഇതൊക്കെ കട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബ്ലൈഡ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാൻ പറയണം. എന്നാലാണ് നമുക്ക് ഇത്രയും ഫിനിഷിങ്ങിൽ ഈ സാധനം ചെയ്യാൻ പറ്റുക. ഇത് നമുക്ക് സ്റ്റെയറിൽ ചെയ്യാൻ പറ്റും അല്ലേ, ചെയ്യാൻ പറ്റും. പക്ഷേ ഇതുപോലെ നമുക്ക് ഇതിൻ്റെ നെറ്റി എന്ന് പറയാം, ആ രീതിയും കൂടെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് ഡബിൾ ലെയറിലൊക്കെ ചെയ്യാം. ഇത് നോക്കിയാൽ കൃത്യം നമ്മുടെ മൈക്ക ഫിനിഷ് ചെയ്തിരിക്കുന്നതൊക്കെ ചെയ്തിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു പ്ലെയിൻ സീരീസ് പറഞ്ഞല്ലോ, അതിൽ നമ്മൾ പ്ലെയിൻ കാർവിംഗിൽ വരുന്നൊരു ബാത്റൂം കൺസെപ്റ്റാണ് ഈ ഒരു വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു 45 ഡിഗ്രി ആംഗിളിലാണ് ചരിച്ചു വെച്ചിരിക്കുന്നത്. ഇതുപോലെ ടോയ്ലറ്റുകളിൽ നമുക്ക് നിച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. നമ്മുടെ ഈ പറയുന്ന പോലെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇവിടേക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഇതിലെനിക്ക് ടോയ്ലറ്റിനേക്കാളും അത്യാവശ്യം ഭംഗിയായിട്ട് തോന്നിയത് ഈ ഒരു വാഷ് ബേസിനാണ് കേട്ടോ. അടിപൊളി സ്റ്റോൺ ഫിനിഷിലാണ്. ഇത് എത്രയാണ്? മൊറോക്കോ ടൈപ്പാണ് അല്ലേ. ഇത് എത്രയാണ് വരുന്നത് നമുക്ക് റേറ്റ്? ഇത് 8,000 വരും. 8,000 വരുന്നുണ്ട്. പക്ഷേ മുതലാട്ടോ. ഇത്രയും നേരം കണ്ടത് 4x2 ആണ്, 1200-600 സൈസിലാണ്. ഇപ്പം മിക്കവാറുമുള്ള പ്രോജക്റ്റുകളിലൊക്കെ വലിയ ടൈലുകൾ യൂസ് ചെയ്യാനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ റേറ്റിലും വലിയൊരു ഡിഫറൻസ് കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ഈ കാണുന്നതിൻ്റെ സൈസ് എത്രയാണത്? നമുക്ക് 5x3 സൈസ് വരുന്നത്. 5, അതായത് 1600-800-ലാണ്. അതായത് കുറച്ചുകൂടി നമുക്ക് ജോയിൻ ഫ്രീ ആയിട്ട് ഈ സാധനം ചെയ്യാനായിട്ട് സാധിക്കും. ഇതും ഫോഷിയ എന്ന് പറയുന്ന ബ്രാൻഡ് തന്നെയാണ് അല്ലേ? അതെ, ഫോഷിയ എന്ന ബ്രാൻഡ് തന്നെ നമുക്ക് 5x3 സൈസിൽ വരുന്നത്. ഇതൊക്കെ എന്തുകൂടെ ഇത് ലക്ഷറി സീരീസിൽ വരുന്നതാണോ? ഹൈ ഗ്ലോസി സീരീസിൽ വരുന്നത് നമുക്ക് ഒരു രക്ഷയില്ല കേട്ടോ. ഇതൊന്ന് എന്താ പറയുക, നമ്മൾ ഈ ആകാശത്തിൻ്റെ ഒരു വ്യൂ കണ്ട ഒരു സ്കൈ ടൈപ്പ് സാധനമാണ്. ഇത് എത്ര ആയിരിക്കും നമുക്ക് വരിക? നമുക്കിത് ഹൈ ഗ്ലോസി മെറ്റീരിയലാണ്. ഹൈ ഗ്ലോസിലോട്ട് വരുമ്പോൾ നമുക്കൊരു 70 റേറ്റ് വരും. പക്ഷേ നോർമൽ നമുക്ക് 5x3 വരികയാണെങ്കിൽ നമുക്കൊരു 58 മുതലാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത്. 70 രൂപയ്ക്ക് ലിവിങ് ഹാളിലൊക്കെ നമുക്ക് അത്യാവശ്യം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വർത്തായിട്ടുള്ള സാധനമാണ് കേട്ടോ. ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. ഇതിൻ്റെ അതുപോലെ തന്നെ കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള കുറേ അധികം കളേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. നമുക്കൊരു കോഫി ബ്രൗൺ വരുന്ന സീരീസ്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഈ സാധനം ഇഷ്ടപ്പെട്ടു കേട്ടോ. അത്യാവശ്യം നമുക്ക് ഈ പറഞ്ഞതുപോലെ കിച്ചൻ്റെ ഒക്കെ വോൾ ചെയ്യാനും അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഇവിടെ വരുന്ന 90% കസ്റ്റമേഴ്സിനും ഈ ഒരു ഡിസൈൻ എന്തായാലും അവർ നോക്കാതെ പോലെ. ഇത് എത്ര വരുന്നത്? 65 രൂപയാണ് അല്ലേ. ഇത് 65 രൂപയാണ്. നമ്മൾ നേരത്തെ കണ്ടത് 70 രൂപയാണ്. 70 രൂപ. അത് ഹൈ ഗ്ലോസി മെറ്റീരിയലാണ്. ഇത് നോർമൽ ഗ്ലോസിൽ വരുന്നത് ശരിക്കും. ഇതും ഒരു എന്താ പറയുക, ഒരു ഓഷൻ ആ ഒരു രീതിയിലാണ് അതും ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. അത്യാവശ്യം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഈ പറഞ്ഞ കണക്ക് 1600-800-ലാണ് നിങ്ങൾ ടൈല് നോക്കുവാണെങ്കിൽ വിപുലമായ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ബാത്റൂമിൻ്റെ ടൈല് നമ്മൾ നേരത്തെ കണ്ടതെല്ലാം 4x2 ആണ്. ദേ അവിടെ കണ്ട ആ മനോഹരമായിട്ടുള്ള 1600-800 ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഒരു ടോയ്ലറ്റ് സീരീസ് ആണ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ബുക്ക് മാ സീരീസ് ഇല്ലേ, ട്രെൻഡിങ് ആയിട്ടുള്ളത്. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ. മൊറോക്കൻ സീരീസ് ഒരു രക്ഷയില്ല. അടിപൊളി കളേഴ്സ് കളക്ഷൻസ് കാര്യങ്ങളൊക്കെയാണ്. ഇനി ബുക്ക് മാച്ച് സീരീസിലേക്ക് വരുവാണെങ്കിൽ ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സാധനമാണ് ബുക്ക് മാച്ച് സീരീസ് എന്ന് പറയുന്നത്. എടുത്ത് തന്നെ പറയാം ബ്രഷ്യ. ഈ ഒരു മോഡലിന് ആ ഒറ്റ പേര് മതി, നമുക്ക് ബ്രഷ്യ എന്ന് തന്നെ നമുക്ക് എടുത്ത് പറയാം. ആണല്ലേ. അതെ, ഒരുപാട് വീടുകളിൽ ഇത് യൂസ് ചെയ്യുന്നതാണ്. ഞാൻ പല ഹോം ടൂറുകളിലും ഈ ഒരു സാധനം കണ്ടിട്ടുണ്ട്. ഇതിന്റെ കുറെ അധികം കളക്ഷൻസ് ഉണ്ടല്ലേ. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രഷ് ടൈപ്പ്. നമുക്ക് അതിനുശേഷം നമുക്ക് ഒരുപാട് അന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ ചെറിയ സൈസ് ഉണ്ടാകുന്നു. ഇതിപ്പോ നമുക്ക് എത്രയാണ് ഇതിന്റെ സൈസ് വരുന്നത്? 6x4 ആണ്. 6x4 ആണ് വരുന്നത്. ഇതിന്റെ 4x2 നമുക്ക് അവൈലബിൾ ആണ്. അത് താഴെ നമുക്ക് അവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്, നമുക്ക് കാണാം. ഇതിന്റെ തന്നെ വേറെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സീരീസ് ഓഫ് ടൈൽസ് ആണ് ഈ കാണുന്നത്. ഇതിന്റെ എത്ര മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ്?
ആഷിക്ക്? ഇതിന് നമുക്ക് 3 മോഡൽസാണ് നമുക്ക് അവൈലബിൾ. അതിൽ തന്നെ ഒരു മോഡൽ നമുക്ക് കാർവിംഗ് മാറ്റ് നമുക്ക് അവൈലബിൾ ആണ്. കാർവിംഗ് മാറ്റ് അവൈലബിൾ ആണ്. ഇത് നമുക്ക് എങ്ങനെയാണ് റേറ്റ് വരിക? നമുക്ക് 70 ആണ് നമുക്ക് റേറ്റ്. 70 ആണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ലിവിംഗ് ഹാളിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 4 ടൈൽ ഉണ്ടെങ്കിൽ നമുക്കത് ഫില്ലാവും അല്ലേ? ലക്ഷറി ആയിട്ട് നമുക്ക് ഇനി ഇത്രയും ഒരു ബഡ്ജറ്റ് ഇല്ലാത്തവർക്കാണ് ഞാൻ ഈ നിൽക്കുന്ന 4x2 ബുക്ക് മാച്ച് സീരീസ് ആയിട്ടുള്ളത്. ബുക്ക് മാച്ച് സീരീസിൽ എൻ്റെ ഫേവറേറ്റ് ആണ്, അതായത് മാറ്റ് ഫിനിഷ് അല്ലേ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും ഇതിൻ്റെ വേറെ വെറൈറ്റി കുറേ സാധനങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതും റേറ്റിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലേ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ചുകൂടി ഒരു ഫെദർ ടച്ച് ഫീൽ ഉണ്ടാവും അല്ലേ? അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഒരു ഗിൽറ്റഡ് സീരീസ് നമുക്ക് ഇതിനും കിട്ടും. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ലൈറ്റ് വരുന്ന സമയത്ത് ചെറിയ രീതിയിൽ ആ ലൈറ്റ് പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. ഇതിലൊക്കെ ഉണ്ടാ സാധനം, അതായത് കാർവിംഗ് സീരീസ് ആണ്. അത്യാവശ്യം നല്ല ഒരു എന്താണ് ടച്ച് ആൻഡ് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ്. ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ് നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത്. അതെ. പിന്നെ നമുക്ക് അതിൽ എടുത്തു പറയാനുള്ളത് നമുക്ക് ഈ ഒരു പോഷ് മാറ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, കുറച്ചും കൂടി നമുക്ക് ഒരു ഫീൽ കിട്ടുന്ന റേറ്റാണ് പോഷ് മാറ്റ് എന്ന് പറയുന്നത്. പോഷ് മാറ്റ് അല്ലേ? ഹെവി റേറ്റ് ഒന്നും അല്ല, നമുക്ക് അതിനപേക്ഷിച്ച് വരുന്ന സമയത്താണ്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈ ആ ഒരു ആർക്കി കോൺക്രീറ്റിന്റെ ഒക്കെ ഹെവി സിമന്റ് ടെക്സ്ചർ സീരീസിലേക്ക് വരുന്ന ഹെവി ഡിസൈനിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഹെവി സൈസിലേക്ക് വരുന്ന ടൈൽസ് കാര്യങ്ങളൊക്കെയാണ്. ഇനി ഇപ്പുറത്തേക്ക് വരുന്നുണ്ട് അല്ലേ? ഇതും ഈ പറഞ്ഞതുപോലെ പോസ്റ്റ് മാറ്റ് ആണോ? അല്ല, ഇത് രണ്ടും നമുക്ക് കാർവിംഗ് മാറ്റ് ആണ് വരുന്നത്. ഗ്രാനൈറ്റിന്റെ ഒക്കെ കാലം കഴിഞ്ഞു എന്ന് തന്നെ പറയാം അല്ലേ? അതിന് പകരമാണ് നമുക്ക് ഈ ഫുൾ ബോഡി സ്ലാബ് വരുന്നത്. ഇതൊക്കെ എങ്ങനെ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത്? നമുക്കൊരു 225 മുതൽ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. 225 മുതൽ ഇത് സ്റ്റാർട്ടിംഗ്. ഇത് നമുക്ക് മോൾഡ് ചെയ്യാൻ പറ്റില്ലേ? ഫുൾ ബോഡി മെറ്റീരിയൽ റേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കിച്ചൺ സ്ലാബ് അതുപോലുള്ള സ്റ്റെയർ, അതായത് സ്റ്റെപ്സ് കാര്യങ്ങൾക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കളേഴ്സ് സ്ലാബാണ് ഈ വരുന്നത്. അതായത് ഫുൾ ബോഡിയാണ്. 15 mm തിക്നെസ് വരും. 15 mm തിക്നെസ് ആണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. അത്രയും കിടിലൻ ഫിനിഷിലാണ് ഈ സാധനം വന്നിട്ടുള്ളത്. കൃത്യം സ്റ്റോൺ ഫിനിഷ് അല്ലേ? നമുക്ക് ഗ്രാനൈറ്റിലേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കളർ ഓപ്ഷൻസ് കുറവായിരുന്നു. ഇത് നമുക്ക് അത്രയും കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഗ്ലോസിലൊക്കെ നമുക്ക് ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. ഇത് ലെതർ ഫിനിഷ് ആണ് അല്ലേ? ലെതർ ഫിനിഷ് അത്യാവശ്യം നല്ല രസമുണ്ട്. നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ടെറാസോ സീരീസിലാണ് ഈ സ്ലാബ് വരുന്നത്. ഇത് നമുക്ക് ഇതിന്റെ സൈസ് വരുന്നത് 2400/80 ആണ് അല്ലേ? അതായത് 80/2400 അല്ലേ? ഇത് നമ്മൾ പറഞ്ഞു 235 രൂപയാണ്. 225 മുതൽ 225 മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ആണ്. കേരളത്തിൽ എല്ലാ അടുക്കലും ഫ്രീ ഡെലിവറി അവൈലബിൾ ആണ്. ടൈൽസിലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റമാണ് ഏതാണ്? കിറ്റ്കാറ്റ് സീരീസ് അല്ലേ? ഇതിന്റെ എത്ര മോഡൽസ് അവൈലബിൾ ആണ്? ഇതിന്റെ നമുക്ക് 10-ലേറെ ഡിസൈൻസ് നമുക്ക് വേറെ ഡിസൈൻസ് അവൈലബിൾ ആണ്. ഡിഫറെന്റ് സൈസിലാണ് ഈ വരുന്നത്. എനിക്ക് തോന്നുന്നത് വേണ്ട അവിടെ അത്യാവശ്യം അതിന്റെ ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് അല്ലേ? പക്ഷേ ഇത് അത്യാവശ്യം ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ അധികം സൈസാണ്. ഇത് നമുക്ക് അത്യാവശ്യം ക്ലാഡിങ് പോലെ നമുക്ക് വോള് ഹൈലൈറ്റ് ചെയ്യാൻ, എക്സ്റ്റീരിയറിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ടൈൽസിന്റെ ഏകദേശം കാരണം എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ബ്രാൻഡ് ഏതൊക്കെയാണ്? നമുക്ക് നമുക്ക് ഇമ്പോർട്ടഡ് ബ്രാൻഡായ കോർസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ബാത്തെക്സ് വരുന്നുണ്ട്, ഐസർ വരുന്നുണ്ട്, ജോൺസൺ വരുന്നുണ്ട്. ആദ്യം വാഷ് ബേസിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു അല്ലേ? കുറേ അധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ് അവൈലബിൾ ആണ്. നമുക്ക് ഈ സാനിറ്ററി വെയർ ഒക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര രൂപ മുതലാണ് ആഷിക്ക്? നമുക്ക് 2100 മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് വരുന്ന ഡെക്കോർ സാധനങ്ങളുണ്ട് അല്ലേ? നമുക്ക് അതൊക്കെ എത്ര വരാ? നമുക്ക് ഇതൊക്കെ ഏകദേശം നമുക്ക് 6500 മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. അപ്പോൾ ഒരു 12000 വരെയുള്ള ഐറ്റംസും നമ്മളതിൽ അവൈലബിൾ ആണ്. ഇനി ഇവിടുത്തെ ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു സാധനമാണ് ഈ WC. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കിഡ്സിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത ഒരു ഫീലാണ് ഈ സാധനങ്ങൾക്കൊക്കെ ഉള്ളത്. ചെയർ ടൈപ്പ് എന്നൊക്കെ എടുത്ത് പറയാൻ പറ്റും. അതെ, നമുക്ക് ഈ ഒരു മോഡലിന് ഇതൊക്കെ ഒരുപാടധികം നമുക്ക് നല്ല എൻക്വയറി കാര്യം നമ്മൾ ആൾക്കാരുടെ ഫുള്ളായിട്ട് ഈ ഒരു മോഡൽ ചെയ്യുന്ന ഐറ്റമാണ്. കോഴ്സ് ഇമ്പോർട്ടഡ് ബ്രാൻഡ്. എത്രയാണ് വാറണ്ടി വരുന്നത്? ഇതിന് നമുക്ക് 10 വർഷമാണ് 10 വർഷമാണ് വാറണ്ടി വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പെൺകുട്ടികളുടെ ഒക്കെ റൂമിലുണ്ടെങ്കിൽ അല്ലേ, ഗേൾസിന്റെ റൂമിലൊക്കെ ചെയ്യാൻ പറ്റുന്ന പിങ്ക് ആ ഒരു കളറിലേക്ക് വരുന്നുണ്ട്. ഫാൻസി ടൈപ്സിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ബ്ലൂ, ഇതെല്ലാം ചെയർ സീരീസിൽ വരുന്നതാണ് അല്ലേ? നമുക്ക് ഈ വരുന്നതെല്ലാം ഏതാണ് ബ്രാൻഡ്? നമുക്ക് ബാത്തെക്സ് വരുന്നതാണ്. ബാത്തെക്സിന്റെ WC, അതായത് സിംഗിൾ പീസ് ക്ലോസറ്റുകളാണ് നമ്മൾ കാണുന്നത്. ഇത് എത്രയാണ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇത് നമുക്ക് ഏകദേശം 7900 മുതൽ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നുണ്ട്. നമുക്ക് ഇത് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇന്ത്യൻ മോഡലാണ് വരുന്നത്. നമുക്ക് ഈ ഒരു സെയിം വാറന്റി തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളെ കുറേ അധികം സാനിറ്ററി വെയർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ WC പറഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ കണക്ക് വാഷ് ബേസിൻ പറഞ്ഞു. ഇനി നമ്മൾ കാണുന്നത് ഷവർ യൂണിറ്റ് കാര്യങ്ങളൊക്കെയാണ്. ഇത് ഏതാണ് ബ്രാൻഡ് വരുന്നത്? ഇത് നമുക്ക് സൈറോ എന്നുള്ള ബ്രാൻഡ് വരുന്നത്. ഇത് അത്യാവശ്യം റേറ്റ് ഭയങ്കരമായിട്ടൊന്നും തോന്നുന്നില്ല. ഇത് അത്യാവശ്യം ബ്രെയിൻ ഷവർ കാര്യങ്ങളൊക്കെയാണ് അല്ലേ ഈ വരുന്നത്? നമ്മൾ ഈ ഒരു വരുന്ന ഈ ഒരു CP ഫിറ്റിംഗ്സ് എല്ലാം പറഞ്ഞല്ലോ, എല്ലാം നമുക്ക് 304 സ്റ്റീലാണ് നമുക്ക് അവൈലബിൾ. അതെ,
നമുക്ക് ഒരിക്കലും നമുക്ക് തുരുമ്പ് പിടിക്കില്ല, കാരണം നമുക്ക് ഗ്യാരണ്ടി എടുക്കാൻ പറ്റിയ ഐറ്റംസ് കൂടിയാണ് നമുക്ക് ഈ ഒരു വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് കുറേ അധികം ടാപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ, അതായത് സിങ്കിലേക്കൊക്കെ വരുന്നത്. ഇത് ഡൈവേർട്ട് കാര്യങ്ങളൊക്കെയാണ്, ജോൺസന്റെ ആണ് അല്ലേ? ജോൺസൺ ബ്രാൻഡിലായിരുന്നു. ശരി, ഡൈവേർട്ടൊക്കെ എത്രയാണ് സ്റ്റാർട്ട് വരുന്നത്? ഡൈവേർട്ടൊക്കെ നമുക്ക് ഏകദേശം 2,800 മുതൽ സ്റ്റാർട്ടിങ് വരും. അതുപോലെ തന്നെ റാക്കിന്റെ മിക്സർ കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരുടെ തന്നെ ഒരു ഷവർ. എനിക്ക് തോന്നുന്നത് ഒരു സെറ്റായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ നമുക്ക് ഒരു പൈസ ഇല്ലാത്ത ആളുകൾക്കും നമുക്ക് ടൈൽ മേടിക്കാനായിട്ട് സാധിക്കും അല്ലേ? നമ്മൾ EMI സൗകര്യമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കേരളത്തിൽ എവിടെയും ഈ സാധനം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എത്തിച്ചു വരും അല്ലേ? അപ്പോൾ ആഷിക്കിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം, എന്താവശ്യത്തിന് നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുകിട്ടാം. അതുവരേക്കും ബൈ ബൈ.